നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുന്നിൽ തലകുനിക്കാത്ത ഒരു യുവാവുണ്ടായിരുന്നു കേരളത്തിൽ. 101 വയസ്സിൽ VS അച്യുതാനന്ദൻ വിട പറയുമ്പോൾ കണ്ണീരോടുകൂടി ജനസഹസ്രങ്ങളാണ് അദ്ദേഹത്തെ കാണാൻ ഓടിയെടുത്തത്. പക്ഷേ ഒരു വിവാദം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നു പൊങ്ങുകയാണ്. അന്തരിച്ചത് കേരളത്തിലെ യഥാർത്ഥ അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് എന്ന ആരോപണം BJP കേന്ദ്രങ്ങളിൽ നിന്ന് വന്നെങ്കിലും പിന്നീടത് പലരും ഏറ്റെടുത്തു. ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളത്തിലില്ല എന്ന ആക്ഷേപം ചിലരൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിച്ചു. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന വിവാദം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ബാലകൃഷ്ണൻ, കോഴിക്കോട് നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, കോഴിക്കോട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ ബാലകൃഷ്ണൻ. കോഴിക്കോട് മാത്രം. യെസ്. ശ്രീ ബാലകൃഷ്ണൻ, ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഈ വിവാദം ഉയർന്നു പൊങ്ങുകയാണ്. ചിലരൊക്കെ പ്രതിരോധവുമായി വന്നിട്ടുണ്ട്. എത്ര കണ്ട് അത് പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു? എന്താണ് പൊതുജനങ്ങൾ ഈ ഒരു വിവാദത്തിൽ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പറ്റിയിട്ട് അറിവില്ലാത്ത ആളുകളെ അജ്ഞയാണ് കാണുന്നത് നമ്മൾ. എന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് അവർക്ക് ബോധ്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മെമ്പറായി കഴിഞ്ഞാൽ ആ മെമ്പർക്ക് ഒരു ചുമതല കൊടുക്കും. ആ ചുമതല എത്ര കണ്ട് മികച്ചതാക്കുന്നോ അതിനനുസരിച്ചാണ് ഓരോ മെമ്പറും ആ മെമ്പർഷിപ്പിൽ നിന്ന് അടുത്ത പടിയിലേക്ക് മാറുന്നത്. അത് പാർട്ടി തീരുമാനപ്രകാരമാവാം. അതോടൊപ്പം തന്നെ തൻ്റെതായുള്ള കുറേയും കൂടി കാര്യങ്ങൾ ചിലവാക്കുമ്പോൾ അത് കുറേയും കൂടി ഭംഗി മാറും. അങ്ങനെ പടിപടിയായി ഉയർന്നു വന്നിട്ടുള്ള സഖാവാണ് VS. കമ്മീഷനെ സംബന്ധിച്ചിട്ട് ഒരു വാർഡ് മെമ്പർ ആവുന്നതോ ഒരു MLA ആവുന്നതോ ഒരു MP ആവുന്നതോ ഒരു മന്ത്രി ആവുന്നതല്ല വിഷയം. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അല്ല, പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ലാളിത്യം, ജീവിതത്തിലെ അവരുടെ ചിട്ടകൾ, സമ്പന്നതയോടും ആർഭാടത്തോടുമൊക്കെ മമതയില്ലായ്മ, ഇതൊക്കെ VSൽ പ്രകടമായിരുന്നു എന്നും അങ്ങനെ ആളുകളില്ല എന്നും പറയുന്നിടത്തേക്ക് ഇതെത്തുമ്പോൾ ആ വിവാദം ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ഇല്ല. കാരണം അതായത് ഞാൻ പറഞ്ഞില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അജ്ഞത കൊണ്ടാണ്. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അജ്ഞത? അതുകൊണ്ടാണ് ഇവർ ഒന്നാമത് വലതുപക്ഷക്കാരാണല്ലോ പുറത്തിറക്കുന്നത്. ഇപ്പൊ BJP അവരെ സംബന്ധിച്ചെന്താ, അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ത്യാഗ നിർഭരായ സമ്പന്നനായ ഒരു മനുഷ്യനില്ല, ഒരു വ്യക്തിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിരവധി ആളുകളുണ്ട്. സ്വന്തം യുവത്വം മുഴുവൻ തന്നെ ജയിലിനകത്തും ഒഴിവും കഴിഞ്ഞുള്ള വ്യക്തി അവരൊക്കെ തന്നെ. എന്തിനു വേണ്ടി? തനിക്ക് ലാഭമുണ്ടാക്കാനല്ല, നാടിന് വേണ്ടിയിട്ട്. BJPക്കാരനോ? BJPക്കാരൻ 50 പേര് പ്രാർത്ഥന ചൊല്ലിയാൽ, മറ്റേ ജപമാല നടത്തിയാൽ ഒക്കെ ആയി ധാരണക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് സംബന്ധിച്ച മുദ്രാവാക്യമാണ്, അവരുടെ പ്രാർത്ഥനയല്ല. എല്ലാ മുദ്രാവാക്യം കൊണ്ടാണ് ഇവിടെ മാറ്റം നടക്കുന്നത്. സംഘടിത ശക്തിയാണ് ഇതിൽ വരുന്നത്. അങ്ങനെ വന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ഇവർ എന്ത് പറഞ്ഞും കാര്യമില്ല. അപ്പൊ ഞാൻ പറയുന്നത്, VSനെ പോലെ അത്രയും ത്യാഗാത്മകനായ വ്യക്തിയും അദ്ദേഹത്തിന്റെ ഏറ്റവും പാർട്ടിക്ക് ഏറ്റവും ഉയർന്ന രൂപമാണ് പോളിറ്റ് ബ്യൂറോ. ആ പോളിറ്റ് ബ്യൂറോയിൽ എത്തിക്കഴിഞ്ഞ മനുഷ്യനാണ് VS. അത് കഴിഞ്ഞ് വേറെ ഒരു അംഗീകാരം ആ വ്യക്തി വേണ്ട. ഒരു MLA ആവണമെന്നില്ല, ഒരു MP ആവണമെന്നില്ല, മന്ത്രി ആവേണ്ട ആവശ്യമൊന്നുമില്ല. പോളിറ്റ് ബ്യൂറോ എത്താനുള്ളതാണ്. പക്ഷെ അവിടുന്ന് ഒരു പടി താഴ്ത്തി ഇറങ്ങേണ്ടി വന്നു. അത് പിന്നീട് വന്നുള്ള അദ്ദേഹത്തിന്റെ പ്രായാധിക്യമായി വന്നുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ചെറിയൊരു ചെറിങ്ങനെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചെറിയൊരു വിധത്തിലുള്ള ഒരു ഞാൻ എന്നൊരു മനോഭാവം അദ്ദേഹം ഉണ്ടായോ എന്ന് സംശയം. അതാണ് കാരണം. ഞാനെന്ന ഭാവം ഉണ്ടാവാൻ പാടില്ല കമ്മ്യൂണിസ്റ്റുകാരന്. അതായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായി എന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ചട്ടക്കൂട് എന്താണെന്ന് അറിയാത്ത ആളുകൾ ഇങ്ങനെയൊക്കെ വിമർശിക്കും. അത് കവിഞ്ഞ് മറ്റൊന്നൊക്കെ ചെയ്യില്ല. അദ്ദേഹം ഒന്നും ഇന്നലെ താങ്കൾ കേട്ടല്ലോ. കാരണം ആ പാല ജനങ്ങൾ എന്താ വിളിക്കുന്നത്? മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളോട് പറഞ്ഞത്. ആ പറഞ്ഞത് യുവാക്കളെ പറഞ്ഞത് യുവനരിയാ. ശരി, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്.
എന്നോടൊപ്പം ബാലകൃഷ്ണൻ ചേരുന്നത് വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിരോധവുമായി വരുന്നു. അവർ പറയുന്നത് വരാനിരിക്കുന്ന വലിയൊരു തലമുറയെ ചെങ്കൊടിയെ കൈകളിലേന്താൻ പ്രചോദനം നൽകുന്ന ഒരു മഹത്തായ ആശയമാണ് കൂടിയാണ് VS എന്ന രണ്ടക്ഷരം. അദ്ദേഹം അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല, അദ്ദേഹം ഇനിയും ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളെ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു പോരാട്ടമാണ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായ പ്രതിരോധമാകുന്നുണ്ടോ? നമസ്കാരം. നമസ്കാരം. BSന് പകരം BS മാത്രമാണ്. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം. അതിന് നമ്മൾ തർക്കമോ വാദപ്രതിവാദമോ നടത്തി കാര്യം. അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ അണികളെ യഥാർത്ഥ പാവങ്ങളായ അണികൾ തന്നെ പറഞ്ഞിട്ട് ഇനിയൊരു നേതാവ് ഞങ്ങൾക്കില്ല. അത് താങ്കളും പല ചാൻസിൽ കൂടി പലതും പ്രതികരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, BSനെ പോലെ ഒരാളെ ഇനി ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. സത്യത്തിൽ VS ഒരു പടത്തലവൻ തന്നെയായിരുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയൊന്നുമല്ല, പക്ഷെ BSനെ അങ്ങേയറ്റം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ അത് എക്കാലത്തും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയപ്പോഴും ആർജവത്തോടെ നേരിട്ടൊരു നേതാവാണ്. അതിന്റെ ഒരു സ്വീകരണവും ആദരാഞ്ജലികളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ എവരീ പറയും പോലെ നാളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ വാർക്കുവാൻ VSൽ കൂടി നടക്കും, അല്ല VS അല്ലാതെ മറ്റൊരാൾ ഉയർന്നു വരും എന്നൊക്കെ യുവത്വങ്ങൾ വിളിച്ചു പറയുന്നെന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. അത് കാലം തെളിയിക്കേണ്ടതാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം റെജി ചേരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. റെജി, ഇടുക്കിയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? അടിമാലി. റെജി, ഈ VSന്റെ ആ ഒരു വിലാപയാത്രയും അതിൽ പങ്കെടുത്ത മനുഷ്യരെയും ഒക്കെ നമ്മൾ കണ്ടു. വൈകാരികമായ രംഗങ്ങൾ ഒട്ടനവധി നമ്മൾ അതിനൊക്കെ സാക്ഷിയായി. ഇനിയൊരു VS ഇല്ല എന്ന ആളുകൾ പറയുമ്പോൾ VS അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന വിവാദത്തിന് അത് കരുത്തു പകരുകയാണ്. റെജി. തീർച്ചയായിട്ടും അതെ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം 3 ദിവസം നമ്മൾ കണ്ടു. കാരണം ഇപ്പോൾ അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ കാരണം VSനെ പോലെ ആദർശവും സദാ ജനത്തോട് ഉള്ള ആ സ്നേഹവും ആരുടെ പ്രശ്നത്തിലും ഇടപെടാനുള്ള മനോഭാവവും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇല്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ ശരിയുടെ പക്ഷത്തല്ല. അതുകൊണ്ടാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് VS എന്ന് ജനം പറയുന്നതിന്റെ കാര്യം. കാരണം ഇന്ന് പാർലമെന്റ് വ്യാമോഹവും സ്ഥാനങ്ങളും പണത്തിന്റെ പുറകെയാണ് ഇന്ന് പാർട്ടിയുടെ, നമുക്കറിയാലോ, മുഖ്യമന്ത്രി ഉൾപ്പെടെ. എന്നാൽ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഈ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തോട് വന്നോടുകൂടിയാണ് ഈ അതൊരു തെരഞ്ഞെടുപ്പായിട്ട് മാറുന്നത്. മറ്റേ VS പത്രത്തിൽ കാണാം, VS വീണ്ടും സെക്രട്ടറി എന്ന അന്ന് ഞങ്ങൾ വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പും അതിന്റെ ഒരു സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള ഒരു പിടിപിടിയാക്കി മാറ്റിയത് ഈ VS ഒഴികെയുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്. നമുക്കറിയാലോ, സദാ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെ ബെസോലിയസ് കോളേജിലെ ആ നഴ്സുമാരുടെ സമരം. അന്ന് രാത്രി തന്നെ അദ്ദേഹം വന്ന് അവിടെ ഇറങ്ങിയ ആ പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടായി. അതുപോലെ മൂന്നാറിലെ പെമ്പിളെ ഒരുമിച്ച് സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാവരും ആട്ടിപ്പായിപ്പിച്ചപ്പോൾ സ്വീകരിച്ച് ഇരുത്തിയ ഒരു നേതാവാണ്. എന്ന് പറഞ്ഞാൽ തന്റെ ശരി അത് ജനങ്ങളുടെ ശരിയായിരുന്നു എന്നുള്ള ആ കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇനി വരില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം VS വിഭാഗീയതയിൽ VSന്റെ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇവര് വിചാരിക്കുന്ന മുഴുവൻ CPMന്റെ ആളുകളാണ് അവിടെ നിന്ന്. വിഭാഗീയതയിൽ VSന്റെ ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരെല്ലാം അടിച്ചമർത്തി വെച്ചിരിക്കുക. കാരണം പുറത്ത് അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഭാഗം നിലവിലുണ്ട്. അപ്പൊ VSന്റെ ആ ചിന്താഗതി ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇനി ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. കൃഷ്ണ എന്നോടൊപ്പം ചേർന്ന് കാവാലത്ത് നിന്നാണ്. ശ്രീമതി കൃഷ്ണ, മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരൻ VSന്റെ അതേ പ്രതിച്ഛായയോടെ കേരളത്തിൽ ഉണ്ടാകും എന്ന് പറയാനാകുമോ? എന്താണ്? ഇതൊരിക്കലും പറ്റില്ല. കാരണം VS എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ഞങ്ങളുടെ ചെറുകാലക്കാരിൽ വെള്ളം കയറി കിടക്കുവാണ്. മട വീണിട്ട് ഇപ്പൊ 1 മാസത്തോളമായി. VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ഓടി വന്നേണ്ടിയിരുന്നു ഞങ്ങളെ കാണാനായിട്ട്. ആ നാട്ടുകാരെ കാണാൻ വന്നേണ്ടിയിരുന്നു എന്നാണ്. പിന്നെ വെക്കല്ല, ഞാൻ കാര്യം കൂടി പറയാനുണ്ട് എനിക്ക്.
ഓക്കെ. ഹലോ ആ ഹലോ ആ ഞങ്ങളുടെ വീടിന്റെ അടുത്തേ പിന്നെ പട്ടികജാതിക്കാരൊരു ഫാമിലി ഉണ്ട്. ആ ആ ചേച്ചിമാർക്ക് ചെവി കേട്ടൂടെ, സംസാരിക്കാൻ പറ്റൂല. 4 പെമ്പിള്ളാര്, അതിൽ 3ാമത്തെ ചേച്ചി മരിച്ചുപോയി. ആ ചേച്ചിന്റെ പിള്ളേർ ഇവരുടെ കൂടെ ഉണ്ട്. അച്ഛനും അമ്മയും പ്രായമാണ്. അവരുടെ വീട്ടിൽ വെള്ളം കയറി കിടക്കുകയാണ്. അവർക്ക് ഒരു നിവൃത്തിയില്ല. മുന്നോട്ട് വെള്ളം ആയതുകൊണ്ട് പാലാണ് അവർക്കൊന്നും ജീവിച്ചു. അവരെ ഒന്ന് പരിഗണിക്കണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ഞാൻ എന്റെ സഹോദരിമാരെ പോലെയാണ് കാണുന്നത്. ഞാൻ അവരുടെ വീട്ടിൽ നിന്നാണ് കളിച്ചു വളർന്ന് നടന്നത്. അവരായിരുന്നു എന്റെ കൂട്ടുകാർ. ഓക്കെ, നമുക്കത് നോക്കാം. യെസ്, വ്യക്തമാണ്, അഭിപ്രായം വ്യക്തമാണ്. അഭിജിത്ത് കൊട്ടാരക്കരയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. അഭിജിത്ത്. നമസ്കാരം. ശ്രീ അഭിജിത്ത്, ഈ PM-R ഷോ പറയുന്നത് VS എന്ന 2 അക്ഷരങ്ങൾ എന്തെന്നറിയാത്തവരാണ് ഒടുവിലത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന ഈ കാവ്യ രചയിതാക്കൾ. അവർ ഇത് EMS ഒടുവിലത്തെ കമ്മ്യൂണിസ്റ്റായിരുന്നു എന്ന് പറഞ്ഞു. നായനാരും കൊടിയേരിയും ഒക്കെ ഒടുവിലത്തെ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ VSനെയും പറയുന്നു. പക്ഷേ ഇവിടെ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ആളുകൾ അവശേഷിക്കുന്നു. അഭിജിത്തിന് ഈ വാദത്തോട് അംഗീകരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും VSനെ നമുക്കൊരിക്കലും അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ വലതുപക്ഷത്തിന്റെ ഒരു വ്യക്തമായ ഒരു അജണ്ടയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചാരണമാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. അതായത് EMSന്റെ കാലം തൊട്ട് അവർ പറയുന്ന ഒരു വാമൊഴിയാണത്. അതേപോലെ തന്നെ ഇപ്പോൾ VSനെ പറയുന്നു. പക്ഷേ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് VS അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുമ്പോൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണോ അതോ അവസാനത്തെ CPM-കാരനായ കമ്മ്യൂണിസ്റ്റുകാരനാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അതായത് അവര് പറയുന്ന വാക്കിൽ ഇതാണ് അവസാനത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായും അവര് ഉദ്ദേശിക്കുന്നത് ആ ഒരു മുതലാളിത്തത്തിനോട് എതിർത്ത് നിൽക്കുന്ന വ്യക്തിപരമായ താല്പര്യങ്ങളെ ഞാൻ അങ്ങോട്ട് മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് നമ്മുടെ നാട്ടിൽ RMP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി. അതായത് KK രമയാണ്, അതായത് നമ്മുടെ രക്തസാക്ഷി TP ചന്ദ്രശേഖരന്റെ ഭാര്യയാണ് അതിന്റെ നേതാവായിട്ടുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അല്ലേ, മാർക്സിസ്റ്റ് പാർട്ടി തന്നെ അല്ലേ അതും? അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്ന പോട്ടെ, നിങ്ങൾ പിണറായി വിജയനെ പറയണ്ട. അപ്പം KK രമ ഒരു അവസാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അല്ലേ? അതാണെങ്കിൽ തന്നെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി RSP, അതായത് സഖാവ് ബേബി ജോണിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി, ഇപ്പോൾ ഷിബു ബേബി ജോണും അതായത് വലതുപക്ഷത്തിന്റെ നേതാവും കൂടിയായ സഖാവ് NK പ്രേമചന്ദ്രൻ, അവരെ പാർട്ടി സഖാവും തന്നെ വിശേഷിപ്പിക്കുന്നില്ല. അപ്പൊ അവരൊക്കെ ഇനിയിപ്പോൾ എന്താ പറയുക, കമ്മ്യൂണിസ്റ്റുകാരല്ലെന്നാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുവാണോ? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ വലതുപക്ഷം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതൊരു വിശാലമായ ഒരു ആശയമാണ് അല്ലേ? അപ്പോൾ ആ ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കമ്മ്യൂണിസം ഇവിടെ തന്നെ ഉണ്ടാവും. അത് ഇവിടെ ഞാൻ ഈ അങ്ങിത് പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം ഒന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് VSനെ വിശേഷിപ്പിച്ചതിൽ മനം നൊന്ത് നിലവിളിക്കുന്ന ഒരുപാട് പേരെ കണ്ടു. ഇത് ജോയ് മാത്യുയുടെ വാക്കുകളാണ് കേട്ടോ, ഞാൻ എൻ്റേതല്ല, ഞാനത് വായിക്കാം. VSന് ശേഷം കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരാളെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പക്ഷേ ഇവർക്ക് സാധിക്കുന്നില്ല. ഇതാ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയാവുന്ന ഒരാളെയെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ എന്ന് ജോയ് മാത്യു ചോദിക്കുകയാണ്. നടനാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ചോദിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും? അത് അവിടെ തന്നെയാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് CPM-കാരനായ കമ്മ്യൂണിസ്റ്റുകാരനെ കാണിച്ചു തരാനാണോ? CPM-കാർക്ക് അതിന് ഇതാ ഞങ്ങളുടെ ഇടയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഇതുപോലെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇനി ഒരാളില്ലാതെ പോയി എന്ന് അദ്ദേഹം പറയുമ്പോൾ അതൊരു വലിയ വലിയ വിമർശനമല്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് നമ്മൾ അവിടുന്ന്, അതായത് VSന്റെ വിലാപയാത്ര ആലപ്പുഴയിൽ വേലിക്കകത്ത് വീട്ടിലെത്തുന്ന വരെയുള്ള നമ്മൾ ഈ കാണുന്നത്, അതായത് അതിൽ നിന്നവരാരും പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉയർന്ന സ്ഥാനത്തോ ഇരിക്കുന്ന ആൾക്കാരല്ല. അവരെല്ലാവരും VSനെ അവർ കണ്ടത് എങ്ങനെയാണ്? പാർട്ടിയിലൂടെയാണ് VSനെ കണ്ടത്, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിലൂടെയാണ് അവർ VSനെ കണ്ടത്. അതേപോലെ തന്നെ അവരിലെല്ലാവരിലും ഓരോ VS ഉണ്ട്. ഇനിയും കാലങ്ങൾക്കനുസരിച്ച്, കാലങ്ങൾ പോകുന്നതനുസരിച്ച് ഈ ആശയം മനസ്സിലാക്കുന്ന ഒരുപാട് പേർ ആ പാർട്ടിയിലുണ്ടാവും. അത് തലയെടുപ്പുള്ള നേതാക്കന്മാരാവണമെന്നില്ല. അത് ഈ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന ആ രണ്ട് വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ VSനെ പോലെ VSന്റെ അതേ പാത പിന്തുടരുന്ന 1000 കമ്മ്യൂണിസ്റ്റുകാർ ഈ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഒരാളെ കാണിച്ചു കൊടുക്കുക ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആശയം വളരെ വിശാലമായ ഒരു ആശയമാണ്. അതിൽ ഈ ജോയ് വ്യക്തമാണല്ലോ. യെസ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ എന്നോട് ഡേവിഡ് വിജയ് പള്ളുരുത്തി ചേരുന്നു. ശ്രീ ഡേവിഡ് വിജയ്, അങ്ങ് രാഷ്ട്രീയം വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നയാളാണ്. പലപ്പോഴും നിഷ്പക്ഷമായി കാര്യങ്ങളെ നോക്കിക്കാണാൻ വലിയ ഒരു പ്രയത്നം അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ട്. VS എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അവസാനത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്
എന്ന് വിളിക്കാൻ എന്തുകൊണ്ടാണ് പലവരും അങ്ങനെ സംശയിച്ചെങ്കിൽ അതൊരു തെറ്റ് പറയാനൊക്കില്ല. കാരണം ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ പൂർവ്വചരിത്രം അറിയാതെയാണ്. അന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് EMS AKG സുന്ദരയ്യ സിന്ദാബാദ് എന്നാണ് വിളിച്ചിരുന്നത്. അത് കഴിഞ്ഞ വർഷങ്ങളായി ഞാനിപ്പോ ഒരു സീനിയർ സിറ്റിസണുമായി. അതിനുശേഷം ഇപ്പൊ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞല്ലോ. അതിന് തന്നെ കാരണം ഞാനിപ്പോ ഇതിൽക്കൂടി പലതും, കാരണം ഞാൻ ഇവരെല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്തുന്നതാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ വളരെ കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് എനിക്കൊരു റേഷൻ കാർഡ് കിട്ടാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ ഈ കേരളത്തിന് പുറത്ത് കടന്ന് തിരിഞ്ഞ് ഇവിടെ ഇത് നമ്മൾ ആദർശം പ്രസംഗിച്ചുകൊണ്ടിരുന്ന തിരിച്ചു വന്ന റേഷൻ കാർഡിന് എനിക്കൊരു ലെറ്റർ തന്നത് ജോൺ ഫെർണാണ്ടസ് ആണ്, ഇവിടുത്തെ MLA സഖാവ്. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് കഷ്ടം തോന്നി. വളരെ ഒരു കുട്ടിൽ വളരെ ചെറിയൊരു വളരെ ലിമിറ്റഡ് സാഹചര്യത്തിൽ ഞാൻ താമസിക്കുന്ന ഒരു ടെറസ് ബിൽഡിങ്ങിലും മുകളിൽ ഫസ്റ്റ് ഫ്ലോർ വാടകയ്ക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെയൊക്കെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഇന്ന് പാർട്ടിയുടെ പോക്ക് ഞാൻ പിന്നെ ഇതിൽ കൂടി അധികം സംസാരിക്കില്ല. കാരണം ഞാൻ ഇവരുമായിട്ട് ചന്ദ്രൻപിള്ള എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും അങ്ങനെ സംശയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനൊക്കില്ല. കാരണം ഞാൻ ഇതുപോലെ AKG മരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥയാണ്. അന്ന് ഞാൻ റോട്ടിൽ ഇവിടെ നിൽക്കുക, മിണ്ടാൻ നിവൃത്തിയില്ല. അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമല്ലേ, എങ്ങനെയെങ്കിലും ഡിഗ്രി എങ്കിലും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ സെയിൽസ് ജോബെങ്കിലും നമുക്കൊക്കെ അത്രയ്ക്കുള്ള ബ്രെയിൻ അല്ലേ ഉള്ളൂ, വലിയ എഞ്ചിനീയറിംഗ് ഒന്നുമല്ല എന്റെ മകളെ പോലെയൊന്നും. അപ്പൊ അന്ന് AKGയുടെ ബോഡി പോകുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കാണാനോ ഇതിന്റെ ഇതേപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ അദ്ദേഹത്തിന്റെ പടം വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ? നമ്മൾ ക്രിസ്ത്യാനികൾ എങ്ങനെ തിരുഹൃദയത്തിന്റെ പടം വെക്കുന്നോ അതിന് തുല്യമാണ് ഒരു സ്ഥലത്ത് AKGയുടെ പടം. അപ്പോ അങ്ങനത്തെ ചില വസ്തുക്കൾ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ പാർട്ടിയുടെ, ഞാൻ ഇതിനെ കൂടി പറയില്ല കാരണം ഇത് പലരും കേട്ടോണ്ടിരിക്കുന്ന സംഭവമല്ലേ. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ സംശയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല ജെനുവിൻ ഡൗട്ടാണത് ഇനി ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ. ചിലവര് ഇനി സൂക്ഷിച്ചാൽ പാർട്ടിക്ക് കൊള്ളാം. എന്തായാലും പാർട്ടി നിലനിൽക്കണം എന്നുള്ളതും മറ്റൊരു VS ഉണ്ടാകണം എന്നുള്ളതും ഒറീസ പോലെ ആകരുതെന്നുള്ളതും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒറീസയിൽ കട്ടാക്കിലൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ കഷ്ട സ്ഥിതി കണ്ടിട്ടുള്ളതാണ്. അവിടെ അന്നത്തെ കാലത്തെ KSFന്റെ SFIയുടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ജനാർദ്ദൻ പതി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് അവിടെ ഒരു ചുവപ്പ് കൊടിയും ഓഫീസും EMSന്റെ AKGയുടെ ഒക്കെ ഫോട്ടോ ഉണ്ട്. പക്ഷെ ഒറീസയിൽ ഒരാൾ ഒരു പത്രലേഖനം ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ചെറിയ മൈലേജ് പോലും ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ. അന്ന് ജനാർദ്ദൻ പതിയുടെ റിപ്ലൈ എന്തായിരുന്നു എന്നറിയോ? സൂപ്പർസ്റ്റിഷൻ, ഇല്ലിറ്ററസി, ഇത് രണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യണ സ്ഥലത്ത് എങ്ങനെ മുതലാളിമാരെ എന്താണ് ഇതുപോലെ EBS നയിച്ച പോലെ സമരമൊക്കെ നയിച്ചാൽ മോളിൽ ദൈവം കോപിക്കും. പണ്ട് കൊട്ടാരക്കര ശ്രീനായർ അഭിനയിച്ച ഒരു ഫിലിം മകനെ ആദിവാസിയായിട്ട് ദൈവം കോപിക്കും ജന്മിമാർക്കെതിരെ ഇങ്ങനെ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ BSന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ AKGയുടെ കോൺട്രിബ്യൂഷൻ ആവുന്നത് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ അതുപോലത്തെ ഇതിൽ നിന്ന് പാർട്ടി പല വഴിക്കും തിരിയുന്നുണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഗോളാന്തര എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. ND ജോസഫ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് അത് വെളിവാക്കുന്നത് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന സാധാരണക്കാരനാണ് VS. കരയുന്ന ഒരാളെ കണ്ടാൽ കരയും. എവിടെയും ജനത്തിന് വിഷമകരമായ അവസ്ഥയിൽ ഇടപെടുന്നവർ പിന്നീട് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ധാർഷ്ട്യം ജനം ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, കാറ്റ് കിറ്റ് എന്നോടൊപ്പം ചേരുന്നു. ഹായ് മനു എന്ന് പറയുന്നു. സിംഗപ്പൂരിലിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകൻ കാറ്റ് കിറ്റിനും അതുപോലെ അവിടെയുള്ള മലയാളികൾക്കുമൊക്കെ നമസ്കാരം. അരുന്ധതി കോലംപറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമസ്കാരം അരുന്ധതി. അപ്പോൾ VC തോമസ് എന്നോടൊപ്പം ചേർന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ ജനനേതാക്കന്മാരും ഉയർന്നു വരും. അത് കാലത്തിൻ്റെ നീതിയാണ് എന്ന് എന്നോട് VC തോമസ് പറയുന്നു. അപ്പോൾ VC തോമസ് പറഞ്ഞത് ഒരു പ്രയോഗം ഇംഗ്ലീഷിൽ ഉണ്ട്. അതായത് ബാഡ് ടൈംസ് ക്രിയേറ്റ് ഗ്രേറ്റ് മെൻ ക്രിയേറ്റ് ഗുഡ് ടൈംസ് ക്രിയേറ്റ് ബാഡ് മെൻ ആൻഡ് ബാഡ് ടൈംസ് ക്രിയേറ്റ് ഗുഡ് മെൻ എന്നാണ്. അതായത് നല്ല കഷ്ടപ്പാടുള്ളൊരു കാലം നല്ല കരുത്തുള്ള മനുഷ്യരെ സൃഷ്ടിക്കും. നല്ല കരുത്തുള്ള ആദർശമുള്ള മനുഷ്യർ നല്ല കാലങ്ങൾ സൃഷ്ടിക്കും. ആ നല്ല കാലങ്ങൾ പക്ഷേ പിന്നീട് കരുത്തില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കും. അവർ പിന്നെ വീണ്ടും ഇതുപോലെ ഒരു ദുഷിച്ച കാലം സൃഷ്ടിക്കും. അവിടെ നിന്ന് വീണ്ടും ആശയവും ആദർശവുമുള്ള കരുത്തുള്ള മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് VC തോമസിൻ്റെ ആ ഒരു ഇത് ഓർത്തപ്പോൾ എനിക്ക്, അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ ഓർമ്മ വന്നൊരു വാക്ക്. ഇതയം മുരളി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഇതയം മുരളി കേൾക്കാമോ? നമസ്കാരം സാർ. ശ്രീ ഇടയം മുരളി,
ഈ അങ്ങ് രാഷ്ട്രീയത്തിൽ സജീവമായ ഒരാളാണ്. ഒരുപക്ഷെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് VSനെ പറയുമ്പോൾ അത് അദ്ദേഹം വ്യക്തിജീവിതത്തിലെടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. അതുപോലെ മറ്റു പാർട്ടിയിൽ ആളുകൾക്ക് അതുപോലെ എടുക്കാൻ കഴിയുന്നില്ല എന്നൊരു സൂചന കൂടി അതിൻ്റെ ഭാഗമായി വരുന്നുണ്ടോ? എന്താണ് ശ്രീ ഇതയം മുരളി ഈ ഒരു പ്രയോഗത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാറേ, കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ വേർപാടിൽ ആദ്യമായിട്ട് നാഷണൽ ജനതാദളിന്റെ ആദരാഞ്ജലി അർപ്പിക്കട്ടെ. ആ മഹാനായ VS അച്യുതാനന്ദൻ ആയൂരിൽ ഒരു സമയത്ത് 2010 തോന്നുന്നു, എനിക്കുള്ള ഓർമ്മയില്ല, ആയൂര് ഫംഗ്ഷൻ വന്നായിരുന്നു. അന്ന് രാഷ്ട്രദീപിയുടെ എഴുത്തുകാരനായിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വാചകങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ ഉള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുക. അദ്ദേഹം ഒരു അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ആൾക്കാർ പറയുന്നതിന് അടിസ്ഥാനപരമായ പല കാരണങ്ങളുണ്ട്. അദ്ദേഹം പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ CPയുടെയും ബ്രിട്ടീഷുകാരുടെയൊക്കെ പോലീസുകാർ അദ്ദേഹത്തിനെ വളരെയേറെ ആക്രമിച്ച് അടിച്ചു ഒരുപാട് ഉപദ്രവം. അല്ല, അതേപോലെ ഇപ്പോൾ പോലീസിൻ്റെ അടിയേറ്റ ആളാണല്ലോ ഒട്ടനവധി കമ്മ്യൂണിസ്റ്റുകാർ. അടിയേറ്റവരുടെ കാര്യത്തിൽ, പോലീസിൻ്റെ ആക്രമണമേറ്റവരുടെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഉണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഉള്ളവരുണ്ട്. അതുമാത്രമല്ലല്ലോ, VSന് അതിനപ്പുറത്തേക്ക് കൂടി ആളുകൾ ഒരു പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം പാലിച്ചു പോകുന്ന ചില രീതികൾ കൂടിയല്ലേ അതിനെ അദ്ദേഹത്തെ കൂടുതൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചത്. അതെ, അങ്ങനെ കൊണ്ട് കളഞ്ഞെടുത്തുനിന്ന് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് ജീവനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു വിപ്ലവകാരിയായ മനുഷ്യനാണ് അദ്ദേഹം. അതേപോലെ ഒരു ത്യാഗം അനുഭവിക്കാനുള്ള അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ആളോ അല്ല ഇനി അതേപോലൊരു ത്യാഗം സഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരോ നമ്മുടെ ഈ കേരളത്തിലോ രാജ്യത്തോ ഇല്ല. അതുകൊണ്ടാണ് ആ പറയുന്നതിന് അടിസ്ഥാനപരമായ ഒരു കാര്യം. മറ്റൊരു കാര്യം പറഞ്ഞാൽ CPM ഓക്കെ, എന്തോ ടെലിഫോണിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, മുഹമ്മദ് എന്നോടൊപ്പം ചേരുന്നു, ശ്രീകാര്യത്തു നിന്നാണ്. ശ്രീ മുഹമ്മദ്, ഇത് ആളുകൾ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുകയും അത് ചർച്ചയാകുകയും ചെയ്യുമ്പോൾ നിലവിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ എന്തോ ചിലത് ഇല്ല എന്ന ഒരു സൂചനയല്ലേ അത് നൽകുന്നത്? അവരുടെ ചില വ്യക്തിജീവിതങ്ങളിലേക്ക് കുറ്റാരോപിതരായി അവർ നിൽക്കുന്നു എന്ന തരത്തിലേക്ക് ആളുകൾ വിരൽ ചൂണ്ടുന്നു എന്ന സൂചനയല്ലേ അത് നൽകുന്നത്? താങ്കൾ എങ്ങനെയാണ് ഈ ആരോപണത്തെ കാണുന്നത്? സാർ, ഇതിപ്പോ പറയുന്ന ആരോപണങ്ങളൊക്കെ വെറും അവസരവാദികളുടെ ആരോപണങ്ങൾ മാത്രമാണ്. ഒരിക്കലും VS കൊണ്ട് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അവസാനിക്കുന്നില്ല. ഇനി ആയിരക്കണക്കിന് പേര്, ലക്ഷക്കണക്കിന് പേര് കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും ഇവിടെ ഈ ലോകത്ത് ഈ നമ്മുടെ നാട്ടിൽ വീണ്ടും വളർന്നു വരും, വീണ്ടും ഉയർന്നു വരും. അതായത് ഒരുപാട് പേര് ഇനി ഉയർന്നു വരും. ഈ അവസരവാദികൾ, ജോയ് മാത്യുവിനെ പോലെയുള്ള അവസരവാദികൾ പലതും പറയും. നിലപാടില്ലാത്തൊരു വ്യക്തിയാണ് ഈ ജോയ് മാത്യു എന്ന് പറയുന്നത്. ജോയ് മാത്യു അല്ല, ഞാൻ ആക്ഷേപിക്കുന്നില്ല. VSനെ പോലെ ഒരു മഹാനെ ഈ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു അവസരവാദികൾ, ഇവര് പണ്ട് VS ജീവിച്ചിരുന്നപ്പോ എന്താണ് പറഞ്ഞത്? കാലഹരണപ്പെട്ട പുണ്യാളനെന്നും വികസന വിരോധി എന്നൊക്കെ ആക്ഷേപിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഈ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർ നേരിടുന്ന ഒരു വെല്ലുവിളികൾ തന്നെയാണ്. അവർ മരിക്കുമ്പോൾ മാത്രമേ ഈ വിരോധികൾ അവർ പറയും അഞ്ഞ ഒരു മഹാനായിരുന്നു, അദ്ദേഹം നല്ലൊരു മഹാനായ വ്യക്തിയായിരുന്നു, ഇനി വേറെ കമ്മ്യൂണിസ്റ്റുകാരനില്ല, അദ്ദേഹമായിരുന്നു അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയും. ഇതൊക്കെ ഈ വിരോധികൾ പറയുന്ന കേസാണ്. ഒരിക്കലും VSനെ കൊണ്ട് കമ്മ്യൂണിസം അവസാനിക്കുന്നില്ല. VS കൊളുത്തിയ ആ ഒരു തീജ്വാല അത് ഇന്നലെ ലക്ഷക്കണക്കിന് ആളുകൾ, അദ്ദേഹത്തിന്റെ ആ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് പടർന്നിട്ടുണ്ട്. കേരളം മുഴുവൻ വ്യാപിക്കും. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യവുമാണ്. ഓക്കെ, ശ്രീ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേരുന്ന മണിമലയിൽ നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ അനുശോചനം അറിയിച്ച ആയിരങ്ങളെത്തി, അത് രാഷ്ട്രീയ ഭേദമന്യെയാണ് അദ്ദേഹത്തെ കാണാൻ ആളുകൾ വന്നത്. എല്ലാവരും അവസാനമുറ്റ വാക്കിൽ VSൻ്റെ പ്രാധാന്യത്തെ പല ആളുകളും രാഷ്ട്രീയ വ്യത്യാസത്തിനപ്പുറത്തൊക്കെ അവർ കൂട്ടായി അദ്ദേഹത്തിൻ്റെ ആ പ്രാധാന്യം എടുത്തു പറഞ്ഞു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അവർ ഉന്നയിക്കുന്ന ഈ വിമർശനം ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അസ്വസ്ഥപ്പെടുത്തേണ്ടതുണ്ടോ? ആദ്യമായിട്ട്
സഖാവ് VS-ന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ അത് ചെയ്തിരുന്നു, ഒരിക്കൽ കൂടി അത് ചെയ്യുന്നു. 1848 ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷം 177 വർഷങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം അതിനെ പിൻപറ്റി എത്ര പേര് കമ്മ്യൂണിസ്റ്റായി എന്ന് ലോക ചരിത്രമാണുള്ളത്, ലോക ചരിത്രം. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, ജീസസ് ആണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ്, അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞൊരു പോപ്പ് ഉണ്ടായിരുന്നു നമുക്ക്, ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് താഷ്കണ്ടിൽ വെച്ചിട്ട് 1920 താഷ്കണ്ടിലാണ് രൂപീകരിക്കപ്പെടുന്നത്. സഹാവ് MN റോയി ഒക്കെ ആയിരുന്നു അതിന്റെ ഉപജ്ഞാതാക്കള്. അതിനുശേഷം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നു. അത് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കുന്നു. കോൺഗ്രസ്സുകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരും പങ്കെടുത്തു. ഈ വിവാദത്തിലേക്ക് വരും. ഈ വിവാദത്തിലേക്ക് തന്നെ വരുന്നേ, അതിന്റെ ചരിത്രം പറയാതെ വിവാദത്തിലേക്ക് വരാൻ പറ്റുമോ? അത്രയും സമയം നമുക്കില്ല. അങ്ങേ ഇത് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1920 രൂപീകരിച്ച് അവിടുന്ന് MN റോയിൽ നിന്ന്, PC ജോഷിയിൽ നിന്ന്, 64 പിളർപ്പിൽ നിന്ന് അങ്ങനെ പറയുന്നല്ലാതെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ അതൊക്കെ പാറപ്പുറം സമ്മേളനത്തിന്റെ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ് ആളുകൾ. നിങ്ങൾ പറയുന്നതല്ല നിങ്ങളുടെ പല നേതാക്കളും പ്രവർത്തിക്കുന്നത് എന്ന ഒരു വ്യംഗ്യാർത്ഥം അതിന് പുറകിലില്ലേ? അതുകൊണ്ടല്ലേ സമൂഹ മാധ്യമങ്ങളിൽ ഇത് ഏറ്റുപിടിക്കുന്നത്? അങ്ങോട്ടാ വരുന്നത്, അത് വരാണ്ട് വഴിവെട്ടണ്ടേ ആദ്യം. 1920 ഈ താഷ്കന്റ് തൊട്ട് അതിന് ഈ 25-100 വർഷത്തെ കഥ പറയാൻ നിന്ന നമുക്ക് അത്രയും സമയം ഇതൊരു പരമ്പരയല്ലല്ലോ. അതിപ്പോ താങ്കളും ഒന്നും ഉണ്ടായിരിക്കാതെ ഞാൻ അത്രയും സമയം കൂടെ എടുക്കില്ല, ഞാൻ കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിനുശേഷം എത്ര പേര് ജനിച്ചു, എത്ര പേര് എന്തെല്ലാം ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു, ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്ത് എന്നുള്ളതാണ് കാര്യം. അല്ല, അതല്ല കാര്യം. ഇനി ഇപ്പൊ ജോയ് മാത്യു തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം അതല്ലേ, VS കഴിഞ്ഞു, ഇനി ഇതാ VS മാത്രമല്ല എന്ന് പറയുന്നിടത്ത് ഇതാ VS-നെ പോലെ എന്നൊരാളെ നിങ്ങൾക്ക് കാണിക്കാനില്ല എന്ന് ജോയ് മാത്യു പറയുമ്പോൾ അത് നിങ്ങൾക്ക് നേരെയുള്ളൊരു വിമർശനമല്ലേ? അല്ല, ഒരു വിമർശനമല്ല, ഒരു അഭിനന്ദനമാണ്. എന്തെന്നറിയോ, VS-നെ വിമർശിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടായിരുന്നു? വെട്ടുനിറത്തലുകാരെന്നും വികസന വിരോധി എന്നൊക്കെ വിളിച്ചത് ഈ ജോയി മാത്യുവേയും ജോയി മാത്യുവിന്റെ കൂടെ നിൽക്കുന്ന സംഘികളും മറ്റുള്ള പിന്തിരിപ്പൻ ശക്തികളുമാണ് VS-നെ അപമാനിക്കുന്ന രീതിയിൽ, അവഹേളിക്കുന്ന രീതിയിലും തലക്കെട്ട് എഴുതിയത് പത്രങ്ങളിൽ വന്നത്. അന്നൊക്കെ ആരെങ്കിലും പറഞ്ഞോ VS നല്ല കമ്മ്യൂണിസ്റ്റ് ആണെന്ന്? ഇല്ലല്ലോ. ഇപ്പൊ പിന്നെ VS ആണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് എന്തെങ്കിലും ഇവർ പറഞ്ഞിരുന്നോ ജീവിച്ചിരിക്കുമ്പോ? അങ്ങനെ പറയാത്തവർക്ക് ഇപ്പൊ പറയുന്നതിന് ഉദ്ദേശമുണ്ട്. കാരണം ഇനിയും വരുന്നവരെയും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ഒരു കള്ളക്കഥയാണിത്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും, അത് CPI ആയാലും CPM ആയാലും അതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരും, അതിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും, അതിന്റെ ഏറ്റവും താഴത്തെ ഘടകങ്ങളിൽ വരെ പ്രവർത്തിക്കുന്നവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. അവരുടെ കോൺട്രിബ്യൂഷൻ ഏറെയും കുറഞ്ഞിരിക്കുമെന്നേ ഉള്ളൂ. അത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അവരുടെ കോൺട്രിബ്യൂഷൻ, അല്ലാതെ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ നോക്കിയോ, ഡൽഹിയിൽ സമരം നടക്കുന്നുണ്ട് SFI പിള്ളേരുടെ. എന്തിനാണ്? ഒറീസയിലെ ഒരു വിദ്യാർത്ഥിനിയുടെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സമരങ്ങൾ നടത്തുന്നവർ അതല്ലെന്ന്. ഇതാ ശ്രീ, എനിക്ക് തോന്നുന്നത് അങ്ങ് ഇത് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അങ്ങ് പറയാഞ്ഞിട്ടാണ്. സമരങ്ങൾ നടത്തുന്നവരുണ്ട്, എത്രയോ സമരങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ VS കാണിക്കുന്ന ഒരു മാതൃക വ്യത്യസ്തമായിരുന്നു. സ്വന്തം പാർട്ടിക്കകത്ത് വരെ അദ്ദേഹം തിരുത്താൻ ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ TP ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് അദ്ദേഹം പോയി, KK രമയെ കണ്ടു. തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അതിൻ്റെ ഫലം അത് വിപരീതമാകാമെന്ന് അറിയാമിരുന്നിട്ട് പോലും അദ്ദേഹം അതിനപ്പുറത്തേക്ക് അവിടെ ചെന്നത് കാണാൻ, അപ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം ചിന്തിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനെ ആളുകൾക്ക് അംഗീകരിക്കേണ്ടി വന്നു. അതുപോലെ ഇവിടെ തൊഴിലാളികൾ, സാധാരണക്കാരായ ആളുകൾ നടത്തുന്ന പ്രക്ഷോഭങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അതുപോലെ കാണുന്നില്ല എന്ന ആരോപണമല്ലേ ഇവിടെ ഉയരുന്നത്? അതങ്ങനെയല്ല കാണേണ്ടത്. ഓരോ നേതാവും, ഓരോ കമ്മ്യൂണിസ്റ്റും ഓരോ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഓരോ രീതിയിലാണ്. VMS കൈകാര്യം ചെയ്ത രീതിയിലായിരിക്കില്ല AKG ചെയ്തത്. AKG ചെയ്ത രീതിയിലല്ല കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തത്. കോടിയേരി ബാലകൃഷ്ണൻ ചെയ്ത രീതിയിലല്ല VS ചെയ്തത്. VS ചെയ്യുന്ന പോലെയല്ല പിണറായി ചെയ്യുന്നത്. പിണറായി ചെയ്യുന്ന പോലെയല്ല ഗോവിന്ദ മാഷ് ചെയ്യുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് ആണ്. അവരെല്ലാം പ്രവർത്തിക്കുന്നത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്.
രാജ്യത്ത് സോഷ്യലിസം വരാൻ വേണ്ടിയിട്ടും അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും അതിനുള്ള വഴിവെട്ടാനും വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് എല്ലാവരും. ഇപ്പൊ നോക്കിക്കോളൂ, ഇന്ന് തന്നെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും എന്തുമാത്രം ചോറ് പൊതി കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം ഡിവൈഎഫ്ഐ പിള്ളേരല്ലേ ചെയ്യുന്നത്. അവരൊന്നും കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, അതായത് ഈ പാർട്ടി പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ആശയം വെച്ച് പാർട്ടിയെ അതിലേക്ക് പിടിച്ചു നിർത്താൻ അദ്ദേഹം അല്ലല്ല. ഓരോ വില്ലേജിലും നിങ്ങൾ നോക്കിക്കോളൂ, ഓരോ വില്ലേജിലും ഗ്രാമപ്രദേശങ്ങളിലും പാർട്ടി പറയുന്നതിനപ്പുറം പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അതൊന്നും പത്രത്തിലും മീഡിയയിലും വരുന്നില്ലെന്നേ ഉള്ളൂ. അതറിയോ? നിങ്ങൾ തന്നെ സ്വന്തം നാട്ടിൽ നോക്കിക്കോളൂ, പാർട്ടി പറയുന്നതിനപ്പുറം ചെയ്യുന്നവരുണ്ടാവും നിങ്ങളുടെ നാട്ടിൽ വരെ. അവരെല്ലാം കമ്മ്യൂണിസ്റ്റാണ്. കോവിഡ് കാലത്ത് ശവം തൊടാൻ അറച്ചിരുന്നപ്പോ, കോവിഡ് വന്ന് മരിച്ച ആളിന്റെ ബോഡി തൊടാൻ അറച്ചിരുന്ന കാലത്ത് അതൊക്കെ മറവ് ചെയ്യാൻ പോയത് ഡിവൈഎഫ്ഐക്കാരായിരുന്നു. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഓരോ നാട്ടിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അതാത് രീതിയിൽ ഇടപെടുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റാണ്. ഓരോരുത്തരും ഓരോ രീതി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇനി ഇപ്പൊ ബാക്കിയുള്ളവരല്ലേ എന്താ പിന്നെ ഡിവൈഎഫ്ഐ ശേഷിക്കുന്നവരൊക്കെ ഇനി എന്താ സംഖ്യയാവോ? ഇല്ലല്ലോ. വ്യക്തമാണ്. ഓക്കെ. നമ്മുടെ സമയം, എനിക്ക് അടുത്ത ആള് കുറെ നേരം കാത്തു നിൽക്കുന്നുണ്ട്. ശ്രീ അനിയൻകുട്ടൻ കേൾക്കാമോ? അനിയൻകുട്ടൻ കേൾക്കാമോ? എനിക്ക് അനിയൻകുട്ടനിലേക്ക് വരാൻ കുറച്ച് സമയം തരണം. സെബാസ്റ്റ്യൻ സി എ ചോദിക്കുന്നു, ആദ്യം നെക്സൽ ആയിരുന്നു, ലോകം മുഴുവൻ കമ്മ്യൂണിസം വരുന്ന ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, ശ്രീലങ്ക എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. MBR ഗൗരിയമ്മ ഒക്കെ പാർട്ടി വിട്ടപ്പോൾ നല്ലവർ. ഓക്കെ, ഇപ്പം സമയം. ഓക്കെ, ജിഹോ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ന്യൂ തിങ്കർ ചേർന്നിട്ടുണ്ട്. അവസാന കമ്മ്യൂണിസ്റ്റ് കഴിഞ്ഞ മാസം തോറ്റു. എം സ്വരാജിനെ പരിഹസിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ തോൽവി, എം സ്വരാജിനെ അതിൽ പരിഹസിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കാത്തവരുണ്ടോ? VS അച്യുതാനന്ദൻ തോറ്റിട്ടുണ്ട്. എത്രയോ ആളുകൾ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട്. അത് ഒരു തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ചിലപ്പോൾ എല്ലാ ഘട്ടങ്ങളിലും അംഗീകരിക്കപ്പെട്ടുകൊള്ളണമെന്നില്ല. ഒരു വ്യക്തി ജീവിതത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നിടത്താണ് കാര്യം. അതാണ് ന്യൂ തിങ്കർ. ഓക്കെ, ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് വരാം. തുടരുന്ന സെബാസ്റ്റ്യൻ സി എയുടെ പ്രതികരണം. ഞാൻ ആദ്യം നെക്സലായിരുന്നു എന്ന് വായിച്ചാൽ അദ്ദേഹം ജോയ് മാത്യുവിനെയാണ് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോയ് എന്നിട്ടുണ്ട്, അങ്ങനെ എനിക്കറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ അനിയൻകുട്ടൻ. ഹലോ സാറേ, നമസ്കാരം. VS അച്യുതാനന്ദൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അങ്ങേയറ്റം അദ്ദേഹത്തെ എതിർത്തു. മരിച്ചപ്പോൾ അദ്ദേഹം അവസാന കമ്മ്യൂണിസ്റ്റ് മരിച്ചു എന്നൊരാരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആ ഒരു ആർഗ്യുമെൻറ്റിനെ ശ്രീ അനിയൻകുട്ടൻ എങ്ങനെയാണ് കാണുന്നത്? സാറേ നമസ്കാരം. അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി നമ്മുടെ വീരപ്പൻകോട് മുരളി, മുൻ കമ്മ്യൂണിസ്റ്റുകാര, അതായത് അച്യുതാനന്ദൻ്റെ ഒപ്പമുള്ള വീരപ്പൻകോട് മുരളി ഒരു പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. ഇന്ന് അതായിരിക്കും ചർച്ച ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിലൊരു തന്നെ ഇത് തന്നെയാണ്. ഇപ്പം പലരും ഓരോ യൂണിവേഴ്സിറ്റി തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് അവസാനത്തെ കമ്മീഷൻ. ഇതിലും പേര് ആരിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാം. അസത്യമായ കാര്യം തന്നെയാണ്. 2016 ശേഷം ഇങ്ങോട്ട് ഇത് കമ്മ്യൂണിസമാണോ? വേറൊരു ടൈപ്പിലേക്ക് പോയില്ലേ? അതാണ് ഇന്ന് വീരപ്പൻകോട് മുരളി പറഞ്ഞത്. പണം സമ്പാദിക്കുക, സ്വന്തം കാര്യം നോക്കി പോവുക. ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ സ്റ്റൈലിലല്ല ഇന്നത്തെ ജീവിതം. ഇനി ഇത് ഓരോന്ന് പൊട്ടി വരും. അദ്ദേഹത്തെ അതുപോലെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നേതാക്കൾ ഇവിടെ ഉണ്ടെന്നാണ് വീരപ്പൻകോട് മുരളി പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പം മുമ്പേയൊക്കെ ഓരോരുത്തരും ഇങ്ങനെ 2016 ശേഷമുള്ള കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഇപ്പോൾ ഓരോന്ന് പറയുന്നുണ്ട്. എന്താ അദ്ദേഹത്തെ പറ്റി പറയുന്നത്? അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളൊന്നും ഇവരൊന്നും കാണുന്നില്ല. ഇന്ന് ഈ കസരയിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പുള്ളികളൊന്നും അത് കാണുന്നില്ലത്. അവരൊക്കെ മറന്നുപോയി. അവർക്ക് പണത്തെ കിടന്ന് കറങ്ങുകയാണ്. പണമാണ് വലുത് തലയുടെ മുകളിൽ. അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അർഷാദ് എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. അർഷാദ്, കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? അർഷാദ് കണ്ണൂർ ഡിസ്ട്രിക്ട് മട്ടന്നൂർ. അതെ. അർഷാദിന് ഈ വിഷയത്തിൽ അർഷാദ് ആർക്കൊപ്പം നിൽക്കും? ഇത് VS അച്യുതാനന്ദൻ എന്ന വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹത്തിന് പിന്നിൽ ഉണ്ടായിരുന്നെന്നോ, അതോ വ്യക്തിപരമായി അദ്ദേഹം പ്രസ്ഥാനത്തെ തിരുത്തുന്ന തരത്തിലേക്ക് വരെ ഉയർന്നു എന്ന വാദത്തോടൊപ്പമോ? അർഷാദ് ആർക്കൊപ്പം നിൽക്കും? ഒരിക്കലും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല VS അച്യുതാനന്ദൻ.
കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും ഉണ്ട്, ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും ഒരുപാട്. P.K. ഗുരുദാസൻ സാർ, അങ്ങനെ ഒരുപാട് ഇനിയും ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാർ. ഒരിക്കലും ഇനിയും കമ്മ്യൂണിസ്റ്റുകാരുടെ ആവശ്യം ഇവിടെ നിർബന്ധമാണ്. കാരണം എന്ന് പറഞ്ഞാല് വർഗീയതക്കെതിരെ പോരാടണമെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കേ പറ്റും. ഒരിക്കലും V.S. അച്യുതാനന്ദൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. രാജൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജൻ, നമസ്കാരം. ഈ വിവാദം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ VSനെ മുൻപ് പല നേതാക്കളും അങ്ങനെ വേണ്ടത്ര രീതിയിൽ എല്ലാ പ്രതിപക്ഷത്തെ ആളുകൾ അഭിസംബോധന ചെയ്തിരുന്നത് എന്ന ഒരു വാദം കൂടി വരികയാണ്. ശ്രീ രാജൻ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇതിലിപ്പോ പറയാനുള്ളത് വെച്ചാൽ പ്രതിപക്ഷത്തിന് എന്താണ് ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ വെച്ചാൽ ചരിത്രപരമായി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കൃഷ്ണപിള്ള ആയിക്കോട്ടെ, AKG ആയിക്കോട്ടെ, EMS ആയിക്കോട്ടെ, ഇപ്പോ E.K. നായനാര്, അത് താങ്കൾക്കും അറിയാലോ, പ്രമുഖരായ സഖാക്കൾ ഇവിടെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാനം ഇവർക്കിത് പറയാൻ നാണമില്ലേ? സ്വന്തം രാഷ്ട്രീയത്തെ നന്നാക്കി നല്ല നിലയ്ക്ക് കൊണ്ടു നടക്കുന്ന ആ സമയം മറ്റുള്ള രാഷ്ട്രീയത്തെ കുറ്റം പറഞ്ഞ് ഇല്ലായ്മ ചെയ്യാൻ നോക്കുകയാണോ ഒരു പ്രസ്ഥാനത്തിന്റെ ശരി? അപ്പൊ ഇതിലെന്താ ചിലപ്പോ തൽക്കാലം എന്ന് പറയാൻ ഇപ്പോ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നുണ്ടല്ലോ പല ഘട്ടങ്ങളിൽ. സ്വാഭാവികം. അതിപ്പോ ഒരു സിനിമ നടൻ ജോയിയോ എന്തോ, ഞാൻ ചോദിക്കട്ടെ, അയാൾക്ക് ശേഷം അയാളുടെ പരമ്പര ഉണ്ടാവില്ലേ? അതിലും ആർജവമല്ലേ സാർ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്? അല്ല, അങ്ങനെയല്ല. അത് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരാൾ ഇനി ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഉണ്ടാകില്ല എന്ന് അറിയില്ല, പക്ഷെ ഇപ്പൊ ഇല്ല, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എന്നാണ് പറയുന്നത്. അത് പ്രവർത്തന ശൈലിയിൽ ഇപ്പൊ സഖാവ് പിണറായി വിജയൻ ഇപ്പൊ ഭരിക്കുന്നുണ്ടല്ലോ, ആ സഖാവിന്റെ ഭരണം നല്ലൊരു ഭരണമാണ് എന്നുള്ള ശൈലിയിലല്ലേ ഇപ്പൊ രണ്ടാം? അല്ല, VSന്റെ ഭരണത്തെ അല്ലല്ലോ ഇവിടെ ജനം പറയുന്നത്. അദ്ദേഹം എടുത്ത നിലപാടുകൾ അത് എല്ലായ്പ്പോഴും പാർട്ടിക്ക് അനുയോജ്യമായിരുന്നില്ല. ഇപ്പൊ വേറൊരു നമ്മുടെ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന ഒരു വാദം പാർട്ടിക്കകത്ത് തന്നെ വന്നതായി ഇത് അദ്ദേഹം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പിരപ്പങ്കോട് മുരളിയല്ലേ പറയുന്നത്. അപ്പോൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അല്ല, അത് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. V.S. അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിച്ച ചെറുപ്പക്കാരന് പെട്ടെന്ന് ഉന്നത പദവികളിലെത്താൻ കഴിഞ്ഞെന്ന് സമ്മേളനത്തിന്റെ പ്രതിനിധിയായിരുന്ന മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പിരപ്പൻകോട് മുരളി പറയുകയാണ്. അപ്പൊ പിന്നെ ഞാൻ എന്താ പറയാ? അത് ഞാൻ ചാനലിൽ കണ്ടു, മറ്റുള്ള ചാനലിൽ ഇതിന്റെ വിഷയമായിട്ട് ഇത് കണ്ടു. ഞാൻ അതിനെ തള്ളി പറയുന്നില്ല. പക്ഷേ അയാളുടെ പ്രായം എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഒരു മുതിർന്നൊരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, സുധാകരൻ, ഈ പറയുന്ന പോലെ അബദ്ധം പറഞ്ഞു പോകുന്ന. അല്ല, അത് പ്രായം കൊണ്ടാണോ? അവര് ചില കാര്യങ്ങൾ പറയുന്നു. VSനെ മാരാരിക്കുറത്ത് തോൽപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നടപടി എടുത്തില്ല. ഇദ്ദേഹം എന്ന ആരായിരുന്നു? അല്ല, പരിശോധിക്കണ്ടേ? എന്താ ഇദ്ദേഹത്തിന് അതിനെ പറ്റി വിമർശിക്കാൻ ചങ്കൂരുണ്ടായിരുന്നില്ലേ? അപ്പോ ഇത് ഞാൻ പറയുന്നത് ചിലപ്പോ സംഭവിച്ചിട്ടുണ്ടാവും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ VS മരിച്ചിട്ട് ഇപ്പൊ VSനെ ചർച്ച വെക്കുമ്പോ തന്നെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് തന്നെ മനോരമയെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടതാണ്, അതായത് VSനെതിരെ കളിച്ച ചരിത്രം. പക്ഷെ ഞാൻ അത് വിമർശിക്കുന്നതിന് നമ്മളെതിരെതിരല്ല. ഞാനൊരു പക്ക കമ്മ്യൂണിസ്റ്റ്. അങ്ങ് ചോദിച്ചതിനും കൂടി അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2016 ആദ്യഘട്ടത്തിൽ VSനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിച്ചതിന്റെ പേരിലാണ് തനിക്കും പാർട്ടി ഘടകങ്ങളും ഇവിടെ കേരളം മൊത്തം, അത് ഞാൻ പറയട്ടെ, കേരളം മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലേ? VSനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ചരിത്രം ഉണ്ടായിട്ടില്ലേ? ആക്കിയിട്ടില്ലേ? അപ്പൊ ഇത് പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടോ വെച്ചാൽ പാടയില്ല എന്ന് പറയാന്ന് ഞാൻ അതിന്റെ ഒരാളൊന്നല്ല, ഉണ്ടായിട്ടുണ്ടാവുന്നേ. ഇദ്ദേഹത്തിന് ഇപ്പൊ പറയുന്നത് ഇപ്പൊ VSന്റെ മരണം കഴിഞ്ഞത് എന്താ പറയാ, തീ അണഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോ ഞാൻ ഇതിനെ പാടെ തള്ളിക്കളയല്ല, സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോ ഇദ്ദേഹത്തിന്റെ പ്രായം എത്ര പരിശോധിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത സഖാവ് VS ഈ ചരിത്രം വരെ, ഈ പറയുന്ന 4-5 വർഷം വരെ ഒരു പാർട്ടിക്കെതിരെയോ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് പ്രത്യൂഷത്തില്
ഒരു അപവാദവും പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. പിന്നെ പുറമെയുള്ള സഖാക്കളോ അല്ലെങ്കിൽ പ്രായത്തിന്റെ വിഗ്രഹത്തിൽ മാറി നിന്ന് ഈ രാഷ്ട്രീയ തകർക്കണമെന്ന് പിന്നിൽ നിന്ന് കുത്തിക്കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ പറഞ്ഞു പോയിട്ടുണ്ടാവും ഇദ്ദേഹം മുൻ സഖാവായിരുന്നെങ്കിൽ മുരളി എന്ന് പറയുന്ന ആള്. അല്ല അതേ ആയിക്കോട്ടെ, ഞാനിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. ഞാനതിപ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചൂണ്ടിക്കാണിക്കാനൊന്നും എനിക്ക് കഴിയില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ആരോപണം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു കാരണം ഇത് നിലവിലെ ഇടത് രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെയുള്ള ഒരു ആരോപണത്തിൻ്റെ മുനയല്ലേ? അല്ല, അതിനങ്ങനെ കാണാൻ പറ്റില്ല. ഇതിപ്പോ അത്ര വലിയ സംഭവമായിട്ടൊന്നും പോവില്ല. ഇതൊക്കെ എന്താ പറയാ, ഒരാളിലും ഒരു അവസാനം അത്ര തന്നെയുള്ളൂ. ഇപ്പൊ ഇതിൽ നിന്ന് ചർച്ചയിൽ തന്നെ സത്യം പറഞ്ഞ ഇന്നത്തെ ദിവസം പങ്കെടുക്കുന്ന സഖാവിന്റെ ആ വിഷമം മാറി വരുന്നുള്ളൂ, അത്ര തന്നെ. വേറെ ഇതിലൊന്നും പറയാനില്ല, സന്തോഷം മാത്രം. യെസ്, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. ഷാജി എന്നോടൊപ്പം ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ ഷാജി. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. ആൾക്കൂട്ടം ജനസഹസ്രങ്ങൾ VS-നെ കാണാൻ ഓടിയെടുത്തപ്പോൾ അതിൻ്റെ ഒരു മൈലേജ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകാതിരിക്കാൻ നടത്തിയ തന്ത്രപൂർവമായ ഒരു പ്രസ്താവനയാണോ അവസാനത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നത്? അതോ അത് നിലവിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ നടത്തുന്ന ഒരു ആരോപണമാണോ? ഷാജി എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു ആരോപണം തന്നെയാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് VS അച്യുതാനന്ദന് എന്റെ വകയായിട്ട് ആദരാഞ്ജലി ആദ്യം അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ ആരോപണങ്ങൾക്ക് ഒന്നിനും ഒരു പ്രസക്തിയുമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാനം വരെയുള്ള കപ്പിത്താൻ എന്ന് പറയുന്ന ഒരാള് VS മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ വിലാപയാത്രയും കൊണ്ടൊക്കെ വരുമ്പോഴും പൊതുദർശനത്തിന് വെക്കുമ്പോഴൊക്കെ ഈ പാർട്ടിയിലുള്ളവർ തന്നെ ഇവിടെ കിടന്ന് മുദ്രാവാക്യം വിളിച്ചതിനോട് എനിക്ക് എതിരുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അവരെ വിട്ട് പിരിയുമ്പോൾ അവരുടെ ഒരു വൈകാരിക പ്രകടനം ആ മുദ്രാവാക്യങ്ങളല്ലേ ശ്രീ ഷാജി? അതൊരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ തിരുമേനിമാര് മരിച്ചാലും പ്രധാനമന്ത്രി മരിച്ചാലും രാഷ്ട്രപതി ആയാലും മറ്റ് രാജ്യത്തുള്ളവർ മരിച്ചാലും ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് വളരെ തെറ്റാണ്. അല്ല, അതിപ്പോൾ തിരുമേനി അല്ലെങ്കിൽ പൗരോഹിത്യത്തിലിരിക്കുന്നവർ മരിക്കുമ്പോൾ അതിൻ്റെതായ ചടങ്ങുകൾ ഉണ്ടാവും. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർക്ക്, പ്രത്യേകിച്ച് ഇടത് രാഷ്ട്രീയക്കാർ, അവർ ഒരു ബലികുടീരത്തിൽ ചെല്ലുമ്പോൾ മരിക്കുന്നവരോട് ആദരവ് കാണിക്കണം. മരിക്കുന്നവരോട് ആദരവ് കാണിക്കുന്ന പാർട്ടി ആയിരിക്കണം. ആണോ? ശരി, അപ്പോൾ അത് അനാദരവാണെന്നാണ് അങ്ങയുടെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. രാഹുൽ രാജ് പാലക്കാട് നിന്ന് ചേരുന്നത്. രാഹുൽ രാജ് പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? രാഹുൽ, ഞാൻ പാലക്കാട് ആലത്തൂരാണ്. ആലത്തൂർ നമ്മുടെ പൊതുവേദിക്ക് ധാരാളം പ്രേക്ഷകരുണ്ട്. നമ്മുടെ പൊതുവേദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകൻ ഒരു ആലത്തൂരുകാരനാണ്, മോഹൻദാസ്. അദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളാണ്. രാഹുൽ രാജിന് ഒരു പക്ഷേ അദ്ദേഹത്തെ അറിയുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അവിടെ ഒരു സഹകരണ ബാങ്കിലും മറ്റു ജോലി ചെയ്ത ആളാണ്, പിയാനോയിസ്റ്റാണ്, പാട്ടുകാരനാണ്. അങ്ങനെ അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ ഓർത്തു പോയി, എന്താ കാണാത്തതെന്ന് വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ രാഹുൽ രാജ്, അങ്ങ് ഈ വാദപ്രതിവാദങ്ങൾ കേൾക്കുമ്പോൾ അങ്ങക്ക് എന്താണ് തോന്നുന്നത്? VS വീണ്ടും വിവാദങ്ങളിൽ ഇടം പിടിക്കുകയാണ്? അല്ല, ഇതൊരു വിവാദമൊന്നുമില്ല. ബഹുമാനപ്പെട്ട ജോയ് മാത്യു ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജോയ് മാത്യു സാറിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ആശങ്കകൾ ഉണ്ടാവാറുള്ളത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോ ഓരോ സാഹചര്യങ്ങളാണല്ലോ ഓരോരുത്തരെ മഹാനാക്കുന്നതും ഈ VS-നെ പോലെയുള്ള വ്യക്തിത്വങ്ങളാക്കുന്നതൊക്കെ. ഇപ്പോ ലെനിൻ മരിച്ചപ്പോഴും ലോകം ആശങ്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു ലോകം കണ്ട അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് ലെനിൻ എന്ന്. സ്റ്റാലിൻ മരിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, EMS മരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, AKG മരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നയനാർ മരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ സഖാവ് VS-ന്റെ വിയോഗം അത്തരമൊരു ചർച്ച വീണ്ടും കൊണ്ടിട്ടു എന്നുള്ളത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. VS ഒരു കാലത്തിന്റെ സൃഷ്ടിയാണ്. VS നേരത്തെ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ പറഞ്ഞതുപോലെ പോലീസ് ലോക്കപ്പിൽ കിടക്കുമ്പോഴും മർദ്ദനമേൽക്കുമ്പോഴും ഒക്കെ VS-നെ ഇങ്ങനെ ഒരു മഹാനാണെന്നൊന്നും സമൂഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഈ കനൽ വഴികളൊക്കെ താണ്ടി ഇന്ന് ഇവിടെ വന്ന് 2025 ലോകത്തോട് ഭൗതികമായി വിട പറയുമ്പോൾ VS-നെ മഹാനായി കാണുന്നു. അത്രമാത്രമേ ഉള്ളൂ. ഒരു കാലം സൃഷ്ടിച്ച കമ്മ്യൂണിസ്റ്റാണ് VS. അതുപോലെ ഇനിയും കാലം അത്തരത്തിലുള്ള വ്യക്തികളെ സൃഷ്ടിക്കും. അത് കാലത്തിൽ. പക്ഷേ ഇവിടെയൊക്കെ എല്ലാവരും ഉയർത്തിക്കാണിക്കുന്ന ഒരു കാര്യം, മറ്റ് ആളുകളൊന്നും ചെയ്യാത്തൊരു കാര്യം VS ചെയ്തു. പലപ്പോഴും പാർട്ടിക്കകത്ത് അദ്ദേഹം ഒരു തിരുത്തൽ ശക്തിയായി നിന്നു. അത് ശരിയായ ദിശയിലേക്ക് ഒരു പ്രസ്ഥാനത്തെ നയിക്കാൻ അത് വല്ലാതെ സഹായിച്ചു എന്നൊക്കെ ആളുകൾ കരുതുന്നു. അതുപോലെ ഇപ്പോൾ ജനകീയ വിഷയങ്ങൾ ഇടതു നേതാക്കൾ ഏറ്റെടുക്കുന്നില്ല എന്ന വിമർശനം അതിൻ്റെ പിന്നാലെ ഇല്ലേ? അത് അങ്ങനെ ആളുകൾ വായിച്ചെടുക്കുന്നില്ലേ?
അതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ VS എടുത്തതുപോലത്തെ കടുത്ത നടപടികൾ അല്ലെങ്കിൽ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്നവർ ഇടതുപക്ഷത്തില്ല എന്ന ഒരു സൂചന ഈ ആരോപണം നൽകുന്നില്ലേ രാഹുൽ രാജ്? ഇല്ല സാർ, അതായത് സഖാവ് VSന് ഒരു പ്രത്യേക പരിഗണന നമ്മുടെ സമൂഹത്തിലും പാർട്ടിയിലും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ VSന് ഒരു പരിധിയില്ലാതെ അഭിപ്രായ പ്രകടനം നടത്തുന്നതിനും വിമർശനം നടത്തുന്നതിനും ഒക്കെ സാധ്യതയുണ്ടായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ സംഘടനാപരമായ കാര്യങ്ങളിൽ ഇന്നും VSനെ പോലെ തന്നെ അല്ലെങ്കിൽ കാലാനുസൃതമായ വിമർശനങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ പാർട്ടിക്കകത്ത് അതെല്ലാം സംഘടനാ കാര്യങ്ങളാണല്ലോ. അതെല്ലാം പക്ഷെ അങ്ങനെയല്ല ആളുകൾ പറയുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ VS അത് പോരാടി നേടി, അത് അനുവദിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങി. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ ജനങ്ങൾ ഇറങ്ങി. അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞവർക്ക് വലിയ പ്രാധാന്യം പാർട്ടിയിൽ കിട്ടി. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി ഉണ്ടായില്ല. അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയവർക്കെല്ലാം അംഗീകാരം കിട്ടി എന്നൊക്കെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ തുറന്നു പറയുകയാണ്. ഇതെല്ലാം പാർട്ടിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ചില സൈദ്ധാന്തികമായ ആരോപണങ്ങളല്ലേ രാഹുൽ? അല്ല, ഈ സഖാവ് VSനെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ളത് ഒരു പ്രചരണം തന്നെ, അത് തെറ്റായ പ്രചരണമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇലക്ഷനെ നേരിടുമ്പോൾ ഒരിക്കലും ഇന്നയാളാണ് മുഖ്യമന്ത്രി എന്ന് മുൻകൂട്ടി ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് പോലെ BJP പറയുന്നത് പോലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി ഒരിക്കലും അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി ആകുന്ന രണ്ടാമത്തെ കാര്യം സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലിയല്ലേ വലിയ വിഷയം വന്നത്. പിന്നെ മറ്റൊന്ന്, എനിക്ക് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള പരാമർശത്തോടൊന്ന് എനിക്ക് പ്രതികരിക്കാനുള്ളത്, ഇത് തെറ്റായ വാദമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘടനാപരമായി പാർട്ടിക്കുള്ളിൽ നടന്ന ചർച്ചകൾ എങ്ങനെയാണ് പൊതുസമൂഹം അറിയുന്നത് ഒരു കാര്യം. രണ്ടാമത്തെ അതിപ്പോ ഇന്ന് പൊതുസമൂഹം അറിഞ്ഞ് ഞാനിപ്പോ ഇതെന്ന് പറയാൻ കാരണം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ, അതിപ്പോ ഒരു പ്രേക്ഷകനെ ഓർപ്പിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പിരപ്പങ്കോട് മുരളിയാണെന്ന് തുറന്നു പറയുന്നത്. അങ്ങനെ പറഞ്ഞെന്നും ആ പറഞ്ഞ ചെറുപ്പക്കാരന് ഉന്നത പദവികൾ എത്താൻ പെട്ടെന്ന് കഴിഞ്ഞു എന്നും പറയുമ്പോൾ ജനങ്ങളിത് വിശ്വസിച്ച് പോകില്ലേ? വിശ്വസിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയുമോ? ഇല്ല, അത് വിശ്വസിക്കേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അല്ല, അത് മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം VS തന്നെ പറയുന്നുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ നോക്കേണ്ട എന്ന് VSനെ കൊണ്ട് പറയിച്ച അതിന്റെ ചേതോവികാരം എന്തായിരിക്കണം? VS അത് പൊതുസമൂഹത്തോടാണ് പറഞ്ഞത്. അതായത് പൊതുസമൂഹത്ത് ഉണ്ടായിരുന്ന ചർച്ചകളോടാണ് VS പ്രതികരിച്ചത്. നിങ്ങൾ അത് പറഞ്ഞ് എന്നെ എങ്ങനെ വരട്ടണ്ടെന്ന്. അങ്ങനെയല്ലേ? ശരി, ഓക്കെ. ഏതായാലും ശ്രീ രാഹുൽ രാജ് ആലത്തൂരിൽ നമ്മൾ വിളിച്ചു. ഏതായാലും നമുക്ക് ആലത്തൂർ നിറയെ പ്രേക്ഷകരുള്ള ഒരു സ്ഥലം കൂടിയാണ്. ദാസൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ ദാസൻ കണ്ണൂർ ലോബിയോട് നിരന്തരം ഏറ്റുമുട്ടിയാണ് VS തൻ്റെ രാഷ്ട്രീയം അടയാളപ്പെടുത്തിയത് എന്ന് പറയുന്നവർ വാദിക്കുന്നവരുണ്ട്. ശ്രീ ദാസൻ എന്ത് തോന്നുന്നു? ഇല്ല, ഞാൻ ആദ്യമായിട്ട് ഒരു തിരുത്ത്. നമ്മുടെ ഡേവിഡ് വിജയ് പള്ളിത്തോടെ പറയുന്നത് AKG മറ്റത് അടിയന്തരാവസ്ഥയല്ല. അടിയന്തരാവസ്ഥ മാർച്ച് 21 പിൻവലിച്ചു. AKG മരിക്കുന്നത് 22-നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബാലകൃഷ്ണൻ, ആദ്യം വിളിച്ച ബാലകൃഷ്ണൻ, കോഴിക്കോട് ബാലകൃഷ്ണൻ, ഈ PBനെക്കാട്ടും ഉയർന്ന കമ്മിറ്റി എന്റെ അഭിപ്രായത്തിൽ CC ആണ്. ആ ബാലകൃഷ്ണൻ പറഞ്ഞ PB ആണെന്ന് ഉയർന്ന കമ്മിറ്റി, അതും തെറ്റാണ്. അത് കഴിഞ്ഞ് ബാക്കി പറയാം. എനിക്കത് അങ്ങ് പറയുന്നത് കൃത്യമായി മനസ്സിലാകുന്നില്ല. ആർക്ക് തെറ്റ് പറ്റിയെന്നാണ് ഈ ബാലകൃഷ്ണൻ പറഞ്ഞത്? PB ആണ് ഉയർന്ന കമ്മിറ്റി എന്ന് പറഞ്ഞു. ഉയർന്ന കമ്മിറ്റിയിലാണ് ഈ CPMന്റെ CC ആണ് ഉയർന്ന കമ്മിറ്റി. കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ അല്ല. CC കേന്ദ്ര കമ്മിറ്റി. നല്ല മഴ മനു. പിന്നെ ഞാൻ പറയാം, ഈ VS അച്യുതാനന്ദൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ CPMന്റെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ആൾക്കാർ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവസാന ഘട്ടത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷെ പിണറായി വിജയൻ ഒഴിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാ. പിണറായി വിജയൻ ഒഴിച്ചുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും ഞാൻ പിണറായി വിജയനെ കമ്മ്യൂണിസ്റ്റ് കാണുന്നേ ഇല്ല. അയാളൊക്കെ ഇന്നലെ വൈകിട്ട് രാത്രി അനുശോചനത്തെ പറയുമ്പോൾ അയാൾക്ക് സങ്കടം തോന്നി. ഈ VS അച്യുതാനന്ദനാണ് ഈ നമ്മളെ ഈ കഴിഞ്ഞ സ്ഥാനാർത്ഥി വന്നിട്ട് വെട്ടി പട്ടിക്കിട്ട് വെക്കുന്ന പറഞ്ഞ ആളാണ് നമ്മളെ സ്വരാജ്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ മനു സമയം പോലെ ആയിപ്പോയി. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വളരെ നന്ദി. അപ്പോൾ സെബാസ്റ്റ്യൻ CA എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ന്യൂ തിങ്കർ ഉണ്ട്. ഹരി പറയും തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന മുതലാളിത്ത ആശയങ്ങളോട് പൊരുത്തപ്പെടാത്ത ഉത്തമ കമ്മ്യൂണിസ്റ്റാണ് VS എന്ന് പറയുന്നു. ഹരി പറയുന്നു അതാണ് ഹരി പറയുന്നു. ഓക്കെ, ഗോകുൽ പറയുന്നു എല്ലാ പാർട്ടികളും വെട്ടിനിരത്തലും
കുതുകാൽ വെട്ടും അന്നും പൊതുസമൂഹത്തിന് മനസ്സിലായി. ജനങ്ങൾ വേണ്ടത് ഇനിയൊരു നേതാവ് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കാം എന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കിടപിടിക്കാൻ ഏത് പാർട്ടിയാണ് കേരളത്തിൽ ഉള്ളത് എന്ന് ചോദിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വ്യക്തിയല്ല മനു, ഒരു പ്രസ്ഥാനമാണ് എന്ന് എന്നോട് പറയുകയാണ് ഷാജി കണിയാമ്പറമ്പിൽ. ഷാജി നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളരെ ശക്തമായി പിന്താങ്ങുന്നു. ഓക്കെ ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നു VS വേഴ്സസ് PV ഒരു കാലത്ത് സ്ഥിരം സംഭവമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ VS ഉം പിണറായിയും രണ്ട് തട്ടിലായിരുന്നു എന്നാണ് ഗ്ലാഡിയേറ്റർ പറയുന്നത്. ഓക്കെ EMS ഉം AKGയും ഇങ്ങനെ ആ മഹാന്മാർ മറ്റു പാർട്ടികൾക്കുണ്ടോ എന്ന് എന്നോട് സെബാസ്റ്റ്യൻ ഉണ്ടോ എന്ന് സെബാസ്റ്റ്യൻ ജെർമേൽ ഓക്കെ സെബാസ്റ്റ്യൻ CA ആണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ പാർട്ടികൾക്കും അവരവരുടെ നേതാക്കൾ അവരവരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടതാണ്. കോൺഗ്രസ്സിനാണെങ്കിൽ അവരുടെ നേതാവ് ഒരുപക്ഷെ മഹാത്മാഗാന്ധിജി ആയിരിക്കാം, BJPക്ക് വാജ്പേയി ആയിരിക്കാം. അങ്ങനെ എല്ലാവർക്കും അവരുടേതായ നേതാക്കളുണ്ട്. അപ്പോൾ ഓക്കെ അത് എനിക്കത് എങ്ങനെയാണ് അങ്ങ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഓക്കെ അപ്പോൾ നമ്മുടെ തോമസ് KC പറയുന്നു രാഹുൽ രാജ് ആരാണ് എന്ന് ചോദിക്കുന്നു. ഏതായാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ അദ്വാനിയുടെ മാറ്റി നിർത്തി ഇതുപോലെ ഇവിടെയാണ് അദ്ദേഹം. ഓക്കെ അദ്വാനിയെ മാറ്റി നിർത്തിയതുപോലെ ഇവിടെ VSനെ മാറ്റി നിർത്തി എന്നാണോ ജവാബ് ഉന്നയിച്ച് എനിക്ക് മനസ്സിലായില്ല. 2016 93 വയസ്സായി അച്യുതാനന്ദൻ സഖാവിനെ എന്നും നമ്മൾ ആലോചിക്കണം. ജോയ് മാത്യു ഇപ്പോൾ കോൺഗ്രസിൻ്റെ കുഴലൂത്തുകാരനല്ലേ എന്നാണ് ജിയോബ. അദ്ദേഹം CPMന് അനുകൂലമായാണ് ജിയോബ സംസാരിക്കുന്നത്. ഓക്കെ അതെല്ലാം ഞങ്ങൾക്ക് ശിവദാസൻ എന്നോടൊപ്പം ചേരുന്നത് ബാലരാംപുരത്താണ്. ശ്രീ ശിവദാസൻ. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാറേ അച്യുതാനന്ദൻ സാർ ഒരു ദേശ സ്നേഹിയും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ രൂപം കൊണ്ടുപോയി ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ ദേശസ്നേഹിയും കമ്മ്യൂണിസ്റ്റുകാരനുമായ ഒരാൾ CPMൽ ഇല്ല എന്ന് ജോയ് മാത്യു പറയുന്നതിൽ അല്ലെങ്കിൽ കാണിച്ചു തരാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ ശ്രീ ശിവദാസൻ? ഒരിക്കലും ശരിയല്ല സാർ, ഒരിക്കലും ശരി. കാരണം അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിയാത്തോണ്ടായിരിക്കാം. EMS ഒരുപാട് മറ്റാരെ പറ്റിയും പറയണ്ട. അച്യുതാനന്ദൻ സാർ ശിവദാസൻ ബാലരാമപുരത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ് ഇതുപോലെ VSനെ പോലെ? എന്റെ മനസാക്ഷിയിലും വെച്ച് എന്റെ അച്ഛൻ മരിച്ചപ്പോ അതേ പ്രയാസമായിരുന്നു സാറേ. ഞാൻ പറയുന്നത് VS ആണ് നമ്മൾ സമ്മതിച്ചല്ലോ. അപ്പൊ അവര് ഞാൻ ജോയ് മാത്യു പറയുന്നു വേറൊരാളെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന ചോദ്യത്തിൽ അങ്ങ് ആരെ ചൂണ്ടിക്കാണിക്കും? ചൂണ്ടിക്കാണിക്കാൻ അച്ഛൻ സാർ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. കഴിഞ്ഞു. വേറെക്കില്ല. ഇന്ന് CPMന്റെ ഞാൻ രാഷ്ട്രീയമല്ല കഴിഞ്ഞു സാർ, അതിന്റെ ഇത് കഴിഞ്ഞു പോയി. കാരണം ഇന്ന് അദ്ദേഹത്തെ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ജീവിച്ചിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായി കേരളം ഭരിക്കുമ്പോൾ മരിക്കാൻ ഭാഗ്യം കിട്ടിയ ഏക വ്യക്തി അച്യുതാനന്ദൻ സഖാവ് തന്നെയാണ്. അതേ പറഞ്ഞ് ഒരാളിന് കിട്ടൂല. കാരണം 85 വയസ്സിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാക്കി, അദ്ദേഹത്തിന് പാർട്ടി പുറയിൽ നിന്ന് താഴെയാക്കി, എല്ലാം അവഗണിച്ചതാണ്. അതിന്റെ ജനങ്ങളുടെ പ്രതികരണമാണ് ഇന്നലെ കാണിച്ചു കൊടുത്തത്. 3 ദിവസം കൊണ്ട് തീജോളമാ ജനങ്ങൾ ഒഴുകിയത് അതിന്റെ പ്രതികാരമാണ്. ജനങ്ങളെ മനസ്സിരുന്നു. പാർട്ടിയെ മണക്കാൻ വയ്യ, ആൾക്കാരെയും മണക്കാൻ വയ്യാതെ ആലോചിച്ച് തീരുമാനമെടുത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിന്റെ തെളിവാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇത്ര ജനസാഗരം. ഓക്കെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ നിരവധി പേർ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചു. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്കിടയിൽ ചർച്ച ചെയ്തു. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന പ്രയോഗം അത് ശരിയാണോ എന്ന ഒരു ചോദ്യം ഞങ്ങൾ ഉന്നയിച്ചു. പക്ഷേ 85% ആളുകളും ആ പ്രയോഗം ശരിയാണ് എന്ന നിലപാടാണ് വോട്ട് ചെയ്തവരിൽ കേട്ടോ. മൊത്തം കേരളത്തിൻ്റെ ഒരു സാഹചര്യമല്ല, ഇതിൽ വോട്ട് ചെയ്ത 85% ആളുകളും ആ പ്രയോഗത്തെ ശരിവെക്കുന്നു എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. ആദർശ ശുദ്ധിയുള്ള കൂടുതൽ നേതാക്കൾ കേരളത്തിനും രാജ്യത്തിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.